ഒരു ഉത്സവം നടക്കുന്നുണ്ട്, ഞാൻ രക്ഷപ്പെട്ടതാണ്. ആ ഉത്സവത്തിൻ്റെ അവിടെ പോയി അവിടെ മറ്റേ ആനേനെ കൊണ്ടുവന്ന ലോറിയില്ലേ, അപ്പോൾ ഞാനവിടെ വഴിയിലിരിക്കണമായിരുന്നു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് 4 ദിവസത്തെ ഷൂട്ടാണ്. അപ്പോൾ ഈ 4 ദിവസമായിട്ട് 2 ദിവസമായിട്ട് എന്നെ വിളിച്ചിട്ടില്ല, ലൊക്കേഷനിൽ കയ്യും കെട്ടിയിരിക്കണേ. അപ്പോൾ 3ാമത്തെ ദിവസമാണ് ഷൂട്ട് തുടങ്ങും. അപ്പോൾ ഈ 2 ദിവസം ലൊക്കേഷനിൽ ഇങ്ങനെ ഫുഡൊക്കെ തരും, പക്ഷെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. ഭക്ഷണമുണ്ട്. രാവിലെ 7 മണി, ഉച്ചക്ക് 12 മണി, വൈകിട്ടത്തെ ചായ. രാത്രി ഇല്ല, രാത്രി ഇല്ല. എന്നുവെച്ചാൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ പാക്കപ്പാണ്. അപ്പം ഈ 2 ദിവസം നമുക്ക് ഷൂട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് സീനുള്ള ഉണ്ടെന്നും പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് അവിടെ വരുത്തിച്ച്, ഇപ്പം നമ്മളെ ആകാംക്ഷയോടെയുള്ള അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് റൂമുണ്ടായിട്ട്, റൂമൊന്നുമില്ല, ജൂനിയർ ആർട്ടിസ്റ്റിന് റൂമൊന്നുമില്ല, നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, പിന്നെ നല്ല സീനാണ് കേട്ടോ, ചെയ്യാണ്ട് പോകാല്ലോ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് ഉത്സവപ്പറമ്പിൽ പോയി അവിടെ ഇരിക്കണ്ടപ്പോൾ ആനേനെ കൊണ്ടൊരു ലോറി ഉണ്ട്. ആ ലോറിക്കാരൻ ചേട്ടൻ എന്താ ഇവിടെ ഇരിക്കണമെന്ന് വെച്ച്, അപ്പോൾ കയ്യിൽ മറ്റേ ബാഗുണ്ട്, കോസ്റ്റ്യൂമൊക്കെ നമ്മൾ ഉണ്ടല്ലോ. ആ ബാഗൊക്കെ ആയിട്ട് വന്നപ്പോൾ ചേട്ടൻ എന്താണ് ഇവിടെ ഇരിക്കുന്നത്, അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ചേട്ടാ റൂമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുമോനെ, അവിടെ 5, 6 ദിവസം 7 ദിവസം ഉത്സവമാണ്, ഒരു കാര്യം മോൻ ഈ ലോറി കയറി കിടക്കുന്നു പറഞ്ഞു. അപ്പോൾ ലോറിയിൽ ആ ചേട്ടൻ സഹായിച്ചുകൊണ്ട് ആ ലോറിയിൽ കയറി ലോറി കിടക്കേണ്ട അവസ്ഥ. പിന്നെ വഴിയിൽ മലപ്പുറത്തൊരു ഷൂട്ട്, അത് എന്താണ് വാങ്ങുന്ന പറഞ്ഞ പടം, അതിൽ 5 ദിവസം എങ്ങാണ്ടും എന്നെ വിളിച്ചതാണ്. വാങ്ങുന്ന വെച്ചാൽ നമ്മുടെ ഇവരുടെ അനശ്വരാജൻ്റെ പടം, അനശ്വരാജൻ്റെ പടത്തിൽ എന്നെ വിളിച്ചിട്ട് 5 ദിവസമായിട്ട് റൂമൊന്നുമില്ല. അവരോട് വെച്ചാൽ അവിടെ കിടക്കുന്നത് ക്യാരക്ടർ ഇതേപോലെ അനശ്വരാജൻ ഇങ്ങനെ വരുമ്പോൾ വേറൊരാൾ അനശ്വരാജനിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ കയ്യും കെട്ടി നിൽക്കുക. നല്ല റോളാണെന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചത്, ഡയലോഗുള്ള വേഷം കൊണ്ട് വിളിച്ചത് എന്നെ മലപ്പുറത്തേക്ക്. പക്ഷേ അവിടെ എനിക്ക് റൂമില്ല, നല്ല വേഷമുള്ള. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ മലപ്പുറത്ത് 4 ദിവസം ഞാൻ പോയിട്ട് അവിടെ ഒരു റോഡ് സൈഡിൽ മറ്റേ ഒരു കടകളുണ്ട്. ഇവിടുത്തെ പോലെ അവിടെ ചെക്കിംഗ് ഒന്നുമില്ല. അവിടെ ജസ്റ്റ് ഞാൻ പുതപ്പൊക്കെ ആയിട്ടാണല്ലോ പോണത്. അവിടെ ജസ്റ്റ് രാത്രിയാകുമ്പോൾ അവിടെ വഴിയിൽ തുണി വിരിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഈ 4-5 ദിവസം, 5ാമത്തെ ദിവസമാണ് എൻ്റെ ഒരു സീൻ എടുക്കണം. ഈ 4 ദിവസം വഴിയിൽ കിടന്നു വെച്ച്. അപ്പം ഈ കുഴപ്പങ്ങളൊന്നും വരാതിരിക്കാനാണോ ഞാൻ ചോദിച്ച പോലെ തന്നെ എനിക്ക് അതിന് ഉത്തരം കിട്ടിയില്ല. അതായത് ഈ കുഴപ്പങ്ങളൊന്നും വരാതിരിക്കാനാണ്, അതായത് കോമാളിയായിട്ട് ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ കയറുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണോ പറഞ്ഞത്? ഇനിയിപ്പോൾ സിനിമയിൽ കയറുമെന്ന് എനിക്ക് തോന്നണില്ല. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ വൈറലായിട്ടും നമ്മൾ ചാൻസ് ചോദിക്കാൻ ചെല്ലുമ്പോഴും ഇപ്പോൾ കഴിഞ്ഞ വർഷം 2 ലൊക്കേഷൻ തന്നെ പറഞ്ഞു വിട്ട്. ഇപ്പോൾ മറ്റേ ആറാട്ടെണ്ണം പെരേരയുടെ കൂടെ നടക്കണമെന്ന്. കാരണം ഞാനവിടെ ചെന്നപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാർ ഓടി വന്ന് എൻ്റെ കൂടെ സെൽഫിയൊക്കെ എടുത്ത്. അത് അവിടുത്തെ ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടില്ല. മെയിൻ ആർട്ടിസ്റ്റ് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് പോകുന്നില്ല. അപ്പോൾ അവർക്ക് ഈഗോ ആയിട്ടുണ്ടായിരിക്കും അവൻ ആ ലൊക്കേഷനിൽ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് അതിൻ്റെ അസിസ്റ്റൻറ്റ്. പുള്ളി എന്നോട് ഫോണിൽ പറഞ്ഞടാ നീ പോയിക്കോ, ഡയറക്ടർ പറഞ്ഞ് നിന്നെ ഇവിടെ നിർത്തണ്ട, നീ ആറാട്ടെണ്ണം പെരേരയോടെ നടക്കണമെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ സിനിമയിൽ ചാൻസ് ചോദിക്കൽ നിർത്തി. കാരണം വെച്ചാൽ ഒരുപാട് കിട്ടി. ഈ ഇത്ര നാളത്തിടയിൽ അവഗണന ഒരുപാട് കിട്ടി. അതുകൊണ്ട് സിനിമയിൽ ചാൻസ് ചോദിച്ചില്ല. ഇനിയിപ്പോൾ ആകെയുള്ള ലക്ഷ്യം ബിഗ് ബോസ് ആണ്.